ഹായ് മക്കളെ, നിങ്ങൾ ഈ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ലാസ്റ്റ് ചാൻസുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. കണ്ടീഷൻ നമ്പർ 1 എന്ന് പറയുന്നത്, നിങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ഏപ്രിലിൽ നടക്കുന്ന നിങ്ങളുടെ കീം എക്സാമിന് മാക്സിമം ഒരു സ്കോർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ അധികം ഫീസൊന്നും ഇല്ലാതെ നല്ലൊരു കോഴ്സ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കാറ്റഗറി 1. കാറ്റഗറി 2 എന്ന് പറയുന്നത്, ഉറപ്പായിട്ട് ഞാൻ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും ഹോസ്റ്റലിൽ ചേർന്ന് ഞാൻ പഠിക്കുകയും ചെയ്യും. അടുത്ത വർഷം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ, എൻ്റെ പാരൻസിൻ്റെ സ്വപ്നമായ MBBS ഞാൻ കയറുമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്പർ 2. ആൻഡ് നമ്പർ 3 എന്ന് പറയുന്നത്, +1 +2 ഞാൻ അത്യാവശ്യം നന്നായിട്ട് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു മാസം മരിച്ചു പഠിച്ചിട്ട് +2ൻ്റെ കൂടെ തന്നെ മെയ് 3 നടക്കുന്ന നീറ്റിൽ തന്നെ കയറി പറ്റാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന ആൾക്കാർ നമ്പർ 3. ഈ 3 ആൾക്കാരുമാണ്. നിങ്ങൾക്കൊരു 22,000 രൂപ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് ചിലവാക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് എജ്യൂപോർട്ടിൻ്റെ റെസിഡൻഷ്യൽ ക്രാഷ്. ആൻഡ് ഇതൊരു ലാസ്റ്റ് ചാൻസ് ആണെന്ന് പറയാൻ കാരണം, ആകെ ഇനി 30 സീറ്റും കൂടെ മാത്രമാണ് ബാക്കിയുള്ളത്. 15 സീറ്റ് കീമിനും 15 സീറ്റ് നീറ്റിനും മാത്രമാണ്. അപ്പോൾ സാറേ, എന്തപ്പോൾ ഇതിൽ വലിയ കാര്യം എന്ന് പറയുന്നത്, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത് കേട്ടോ. ഒന്നാമത്തെ കേസ്, കീം ആസ്പിരൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 20 ദിവസമാണുള്ളത്. ഓക്കെ, ആൻഡ് ഈ 20 ദിവസത്തിലെ ഓരോ സെക്കൻഡുകളും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റെസിഡൻഷ്യൽ ക്രാഷിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതൊരു തപസ്സാണ്. നിങ്ങൾ 29-ാം തീയതി രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കീം എക്സാം വരെയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് പുറം ലോകമായിട്ട് കാര്യമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കീപാഡ് ഫോണാണ് ഉപയോഗിക്കുക. നിങ്ങൾ രാവിലെ ക്ലാസ്സിൽ പോകും, വൈകുന്നേരം ഹോസ്റ്റലിൽ ഇരുന്ന് അത് പഠിച്ചുകൊണ്ടേയിരിക്കും പിറ്റേന്നും. അങ്ങനെ 20 ദിവസത്തെ തപസ്. ആൻഡ് ഒരു സംശയം വേണ്ട, നിങ്ങൾ വേറെ ഓൺലൈനിൽ എവിടെയെങ്കിലും പഠിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഓഫ്ലൈനിൽ വീട്ടിൽ പോയിട്ട് വരുന്ന അതിനേക്കാൾ മിനിമം ഒരു 50 to 100 മാർക്ക്. 50 to 100 മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 25 ചോദ്യം കൂടുതൽ ചെയ്താൽ മതി കേട്ടോ. അപ്പം 50 മാർക്ക് എന്ന് പറഞ്ഞാൽ 12 ചോദ്യം കൂടുതൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. ഈ 22-ന് വേർത്താണ്. 22 മാത്രമല്ല, ആ എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു സംശയമില്ല, വേർത്താണ്. ഇനി നീറ്റ് ആസ്പിരൻസിനെ സംബന്ധിച്ചുള്ള, നീറ്റ് കഴിഞ്ഞ വർഷം ഈ 2 വർഷം നന്നായി പഠിച്ച ആളാണ്, ഇതേ സയൻസാണ്. അടുത്തൊരു മാസം ഒരു തപസ് പോലെ നിങ്ങൾ പഠിക്കും. അതേ സ്ഥാനത്ത് നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 lakh എങ്കിലും എന്തുണ്ടാവും. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഈ 22,000 എന്ന് പറയുന്നത് സ്കോളർഷിപ്പ് ഒന്നും ഇല്ലാതെ കേട്ടോ. സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസിനായിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി. നീറ്റ് ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം 1.5 lakh നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുമാത്രമല്ല, നിങ്ങൾ വിലപ്പെട്ട ഒരു വർഷം. അപ്പോൾ അവിടെ ആ ഒരു വർഷം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്രാഷ് ശരിക്ക് തുടങ്ങേണ്ടത് മെയ്യിലല്ല, പകരം മാർച്ച് 29 മുതൽ തന്നെ തുടങ്ങണം. നിങ്ങളെ ക്രാഷ് അല്ല, നിങ്ങളുടെ റിപ്പീറ്റേഷൻ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ എൻട്രൻസിൽ അല്ലെങ്കിൽ റിപ്പീറ്റർ ഹോസ്റ്റലേഴ്സിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഈ മെയ്യിൽ തുടങ്ങിയാൽ ഒരുപാട് കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഹോം സിക്നെസ് ആണ്. ഹോം സിക്നെസ് എന്ന് പറയുന്നത് വെറും ഉമ്മാനും ഉപ്പാനെ കാണാൻ തോന്നുന്നു മാത്രമല്ല, അത് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ റൂമിൽ സിംഗിൾ ആയിട്ട് നിങ്ങൾ കിടന്നുറങ്ങുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കിടന്നുറങ്ങാം, ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് എഴുന്നേക്കാം. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഈ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത ഭക്ഷണം ഉണ്ടാക്കി തരും ഉമ്മ ഉണ്ടാവും. അതൊക്കെ മാറിയിട്ട് നിങ്ങൾ 4 ആൾക്കാരുള്ള ഒരു റൂമിലായിരിക്കും, അതും പല കൾച്ചറുള്ള ആൾക്കാരായിരിക്കും. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഇണങ്ങിച്ചേരാൻ കുറച്ച് സമയം എടുക്കും. എന്തിന്, വീട്ടിലെ പൂച്ചക്കുട്ടീനെ മിസ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് 1 മാസത്തോളം കരഞ്ഞിരുന്ന കുട്ടി നമ്മളെ കൂടെ ഉണ്ട്. അപ്പം ആ ഒരു മാസം, മെയ്യിൽ നിന്നും 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രാക്കിലാവുമ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കൈവിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഈ മാർച്ച് 29 മുതൽ ആ ഒരു മാസം എന്ത് ചെയ്യുക, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാം. എന്ത് കാര്യങ്ങളാണെന്ന്, ഒന്ന് ഈ ഹോം സിക്നെസ് സാധനങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റവും ഡിസിപ്ലിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇഴുകിച്ചേരുക. രണ്ടാമത്തെ കേസ്, ഈ രാവും പകലും പഠിക്കുക എന്നുള്ള കൺസെപ്റ്റ് എന്ത് ചെയ്യുക, 1 മാസം കൊണ്ട് നിങ്ങൾ ഹാബിറ്റാക്കി മാറ്റുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മെയ്യിൽ റിപ്പീറ്റ് ചെയ്യുന്ന എജ്യൂപോർട്ടിൻ്റെ ക്യാമ്പസിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, നിങ്ങൾ 1 മാസത്തെ എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നത്. ഉറപ്പായിട്ടും അവിടെ മിനിമം 50 to 100 മാർക്സ് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് കൺവിൻസിങ് ആണെങ്കിൽ സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇപ്പം തന്നെ താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക. ആകെ 30 സീറ്റ്, 15 കീമിനും 15 നീറ്റിനും. ഓക്കെ, ബൈ. ക്ലാസ്സസ് തുടങ്ങുന്നത് മറ്റന്നാൾ 29-ാം തീയതി. ബൈ.